പാലക്കാട് ചന്ദ്രനഗറിൽ ഹോട്ടലിൽ മോഷണം. 29,000 രൂപ മോഷണം പോയി. മോഷണത്തിന് കയറിയ കള്ളൻ വിശന്നപ്പോൾ ഓംലേറ്റ് പാചകം ചെയ്ത് കഴിക്കുന്നതിനിടെ CCTV കണ്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഫ്രിഡ്ജിൽ നിന്ന് സാധനങ്ങൾ എടുക്കാൻ ശ്രമിക്കുന്ന മോഷ്ടാവിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു. പ്രേക്ഷകർക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ. മോഷ്ടിക്കാൻ കയറിയപ്പോൾ വിശന്നപ്പോൾ പിന്നെ ഹോട്ടലല്ലേ, ഗ്യാസുണ്ട്, പിന്നെ അടുപ്പുണ്ട്, ആ അടുപ്പിൽ കല്ലുണ്ട്, കല്ല് ചൂടാക്കിയാൽ ചൂടാവും. ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ അവിടെ മുട്ടയുണ്ട്. ഇതൊക്കെ എടുത്ത് ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ട് പ്രതി ശ്രമിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഓംലെറ്റ് കള്ളൻ. പാലക്കാട് ചന്ദ്രനഗറിൽ ഓംലെറ്റ് കള്ളനാണ്. ഇപ്പോൾ 29,000 രൂപ അടിച്ചുകൊണ്ടാണ് പോയത്. എന്തൊക്കെയോ എടുത്ത് കഴിക്കുന്നുണ്ട്. അർദ്ധരാത്രിയിലാണ് സംഭവം. അങ്ങനെ ഫ്രിഡ്ജ് തുറക്കുന്നു. ഫ്രിഡ്ജ് തുറന്ന് മുട്ടയെടുത്ത് അപ്പോൾ പൈസ എടുത്തുകൊണ്ട് പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. ഓംലെറ്റ് ഉണ്ടാക്കിയിട്ടാണ് സ്ഥലം വിട്ടതെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ കൃത്യമായി CCTVയിൽ വെടിപ്പായിട്ട് ഈ കള്ളൻ്റെ ചിത്രങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. ഈ കള്ളനെ തിരിച്ചറിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ പോലീസിൽ അറിയിക്കുക. പാലക്കാട് ചന്ദ്രനഗറിലെ ഹോട്ടലിലാണ് മോഷണം നടന്നത്. 29,000 രൂപ പക്ഷേ കള്ളൻ അടിച്ചുകൊണ്ട് പോയി. മോഷണത്തിന് കയറി വിശന്നപ്പോൾ ഓംലെറ്റ് പാചകം ചെയ്ത് കഴിക്കുന്നതിനിടയിലാണ് മുകളിലേക്ക് നോക്കിയപ്പോൾ എല്ലാം കണ്ടുകൊണ്ട് മുകളിൽ ഒരാൾ ഇരിപ്പുണ്ടല്ലോ പെട്ടെന്ന് തിരിച്ചറിയുന്നു. അവിടെ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു. എന്തായാലും ചന്ദ്രനഗറിലെ ഓംലെറ്റ് കള്ളൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. ഇക്ബാൽ അറയ്ക്കലുണ്ട്. ഇക്ബാൽ, എന്തായാലും ആ കാര്യം പൈസ മോഷണം പോയെങ്കിലും CCTVയിൽ കള്ളൻ്റെ ദൃശ്യങ്ങൾ പൂർണ്ണമായിട്ടും പതിഞ്ഞിട്ടുണ്ട് അല്ലേ? ഇത്ര ധൈര്യത്തിൽ ഈ കള്ളൻ ഓംലെറ്റൊക്കെ അടിച്ച് കഴിച്ചിട്ട് പോയിട്ടുണ്ട്. എന്തെങ്കിലും സൂചനകൾ കിട്ടിയിട്ടുണ്ടോ ഇക്ബാൽ? അരുൺ, പോലീസ് കൃത്യമായി തന്നെ ഈ ഹോട്ടലിലെ CCTVയിൽ നിന്നും ഈ കള്ളൻ്റെ ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഒരു മോഷണം ചന്ദ്രനഗർ മരുത റോഡുള്ള ഹോട്ടലിൽ വെച്ച് നടക്കുന്നത്. ഹോട്ടലിൻ്റെ പിൻവാതിൽ പൊളിച്ചാണ് ഈ കള്ളൻ ഹോട്ടലിനകത്തേക്ക് കയറുന്നത്. ഉടൻ തന്നെ ആദ്യം ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത് ഹോട്ടലിലെ ഫ്രിഡ്ജിലുണ്ടായിരുന്ന ഭക്ഷണം എടുത്ത് ചൂടാക്കാൻ വെക്കുന്നത്. അതിനുശേഷമാണ് പിന്നീട് ഈ ഹോട്ടലിൻ്റെ ക്യാഷ് ബോക്സിൻ്റെ അടുത്തേക്ക് ചെന്ന് ഈ പണമെല്ലാം മോഷ്ടിക്കുന്നത്. ക്യാഷ് ബോക്സിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സമീപത്തെ ഒരു അമ്പലത്തിലേക്ക് വേണ്ടിയുള്ള ഒരു പിരിവിൻ്റെ ഒരു ഹുണ്ടിക ഉണ്ടായിരുന്നു. അതും കൂടി ഈ കള്ളൻ മോഷ്ടിക്കുന്നു. ഏകദേശം 29,000 രൂപ മോഷ്ടിച്ചതിന് ശേഷം നേരത്തെ ചൂടാക്കാൻ വെച്ച ഭക്ഷണം പിന്നീട് എടുത്തു കഴിക്കുന്നു. അതിനിടയിലാണ് ബീഫ് കഴിക്കാൻ തോന്നുന്നത്. അങ്ങനെ വീണ്ടും പിന്നീട് ഫ്രിഡ്ജിൽ പോയി ഈ ബീഫ് എടുത്ത് കഴിക്കുന്നതിനിടയിൽ ഒരു സോഫയിൽ ഇരുന്ന് കഴിക്കുന്നതിനിടയിലാണ് ഈ കള്ളൻ പെട്ടെന്ന് ഈ CCTV ഉള്ള കാര്യം ശ്രദ്ധയിൽപ്പെടുന്നത്. ഉടൻ തന്നെ CCTV കണ്ട ഉടൻ തന്നെ പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ഭക്ഷണം പിന്നീട് പൊതിയിലാക്കി അവിടെ നിന്ന് ഈ ഹോട്ടലിൽ നിന്നും അകത്തേക്ക് കയറി ആ പിൻവാതിലിലൂടെ തന്നെ പുറത്തേക്ക് ഇറങ്ങി രക്ഷപ്പെടുകയായിരുന്നു. പക്ഷേ ഹോട്ടലിലെ CCTVയിൽ കൃത്യമായി തന്നെ മുഖം പതിഞ്ഞിട്ടുണ്ട്. കസ്ബ പോലീസ് ഈ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് ഇപ്പോൾ അന്വേഷണം തുടരുകയും ആണ്. നേരത്തെ ചന്ദ്രനഗറിൽ പ്രതിഭാ നഗറിൽ 3 വീടുകളിൽ മോഷണം നടന്നിരുന്നു. അതിൻ്റെ നട്ടലിലാണ് ആ ചന്ദ്രനഗർ സ്വദേശികൾ മുഴുവൻ ഉള്ളത്. അതിൻ്റെ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ കസ്ബ പോലീസിനെ ചുറ്റിച്ചുകൊണ്ട് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു കള്ളൻ ഒരു ഹോട്ടലിനകത്തേക്ക് കയറി അവിടെ ഉണ്ടായിരുന്ന ഭക്ഷണം പാകം ചെയ്ത് അതിനിടയിൽ ഹോട്ടലിലുണ്ടായിരുന്ന പണവും മോഷ്ടിച്ച് ഇപ്പോൾ കടന്നു കളഞ്ഞിരിക്കുന്നു. അരുൺകുമാർ, പ്രേക്ഷകർ കണ്ടത്. എന്തായാലും മോഷണത്തിൻ്റെ വാർത്തയാണെങ്കിലും 29,000 രൂപ അടിച്ചുകൊണ്ട് പോയി. അത് ഹോട്ടലുകാരനെ സംബന്ധിച്ച് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമാണ്. പക്ഷേ എങ്കിലും അതൊരു വിചിത്രമായ കൗതുകകരമായിട്ടുള്ളൊരു വാർത്തയായിട്ട് മാറുകയാണ്. ഓംലെറ്റ് കൂടി അടിച്ചിട്ടാണ് കള്ളൻ 29,000 രൂപ അടിച്ചുകൊണ്ട് പോയത്. അതിൻ്റെ കൂടെ ബീഫും പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഓംലെറ്റ് മാത്രമല്ല, ബീഫും കൂടി പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഗ്രേവി കിട്ടാത്തതിന് പ്രതിഷേധിച്ച് വന്ന് മോഷ്ടിച്ച കക്ഷിയായിരിക്കും, അറിയില്ല, ആയിരിക്കാൻ സാധ്യത.